Good morning, Anla. Good morning, viewers. സാർ ഇന്നലെ യു എസ് വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും S&P 500 തുടർച്ചയായ മൂന്നാം ദിവസം ഒരു റെക്കോർഡ് ക്ലോസിംഗിലേക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ മികച്ച, അതായത് നാസ്ഡാക്ക് ആണെങ്കിലും വളരെ മികച്ച ഒരു ക്ലോസിംഗ് തന്നെയായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നെന്നും പറയേണ്ടിയിരിക്കുന്നു. ഡൗ ജോൺസ് മാത്രമാണ് 0.25% ഇടിവ് രേഖപ്പെടുത്തി 37,905.45 എന്നൊരു റേഞ്ച് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നേരിയ തോതിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുമോ? സാറിൻ്റെ ഇന്നത്തെ ഒരു യു എസ് വിപണിയെ സംബന്ധിച്ച് എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അനില, ഇന്നലെ അമേരിക്കൻ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും തുടക്കത്തിൽ നമുക്ക് ഒരു അല്പം പ്രോഫിറ്റ് ബുക്കിംഗ് വീക്ക്നെസ് കാണാൻ സാധിച്ചിരുന്നു. ബട്ട് ക്ലോസിംഗ് ആകുമ്പോഴേക്കും നോട്ട് ഓൺലി നാസ്ഡാക്ക് ബട്ട് ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോൾ ഡൗ ജോൺസ് ഇൻഡെക്സും വളരെ പോസിറ്റീവായിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. സോ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ട് മേജർ റെസിസ്റ്റൻസ് ലെവൽസ്. ആദ്യത്തെ 38,400, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 38,900 പോയിന്റിലും ആയിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസസ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യേണ്ട മെയിൻ ലെവൽ 37,800 പോയിന്റ്സ് ആയിരിക്കും, 37,800 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് അഗെയിൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ വിൽ ബി 17,500, 17,500. 17,500 പോയിന്റിന്റെ മുകളിൽ ഇന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ആ ലെവലിൽ നിന്നും എഗെയിൻ ഒരു 300 മുതൽ 500 പോയിന്റിന്റെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. കമ്മോഡിറ്റി വിപണിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ക്രൂഡിൻ്റെ വിലയുടെ ഒരു സ്റ്റെബിലിറ്റിയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. മേജർ ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ടുള്ള ഒരു $80 എന്ന് പറയുന്നത്, ബ്രെൻറ്റിൻ്റെ കേസിലാണെങ്കിൽ $80 ഒന്നും മറികടക്കാൻ കഴിവതും സാധിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിലവിൽ 0.03% വളരെ നേരിയൊരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ബാരലിന് $79.53 എന്ന നിലവാരത്തിലാണ് ബ്രെൻറ്റ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. WTIയിലേക്ക് വരികയാണെങ്കിൽ സമാനമായിട്ടൊരു സ്ഥിതി തന്നെയാണ് കാണുന്നത്. $74.36 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ WTI മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ചും അമേരിക്കയുടെ ക്രൂഡ് ഇൻവെന്ററിയിൽ കഴിഞ്ഞ ഒരാഴ്ചയിലൊക്കെ നോക്കാൻ വളരെ വലിയ അപ്രതീക്ഷിതമായിട്ട് ഇടിവ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ വീണ്ടും സപ്ലൈസിൽ പ്രത്യേകിച്ചും ലിബിയയിൽ നിന്നുള്ള പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നു എന്നും ക്രൂഡിൽ വീണ്ടും ക്രൂഡിന്റെ ഇൻവെന്ററിയിൽ ഒരു വർധന ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള സൂചനകളൊക്കെ ലഭിക്കുന്നു. അതായത് സപ്ലൈ കൂടുതൽ മെച്ചപ്പെടുന്നു എന്നൊരു സൂചന തന്നെയാണ് ലഭിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ക്രൂഡുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? വീണ്ടും ഒരു ബുള്ളിഷ് ടോണിലേക്ക്, ഒരു ക്രൂഡിലേക്ക് എത്തണമെങ്കിൽ ഏതൊക്കെ ലെവലുകളാണ് പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ടത്? സോ അനില, ഞാൻ കഴിഞ്ഞ ഒരു 2 ആഴ്ചകളായിട്ട് പ്രേക്ഷകരുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരുന്നത് ക്രൂഡിന്റെ കേസിൽ ഡിസംബർ മാസത്തിന് ശേഷം നല്ലൊരു കൺസോൾട്ടേഷൻ, നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലൈറ്റ് സ്വീറ്റ് ക്രൂഡിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെവൽ $76 ആയിരിക്കണം. ഇന്നത്തെ ട്രേഡിംഗിൽ $76 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ലെവലിൽ നിന്നും ചുരുങ്ങിയത് $4 മുതൽ $5 നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നൗ ക്രൂഡ്, ലൈറ്റ് സ്വീറ്റ് ക്രൂഡ് $80 റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് വിൽ ഓൾസോ ടേൺ ബുള്ളിഷ്. ആൻഡ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ക്രൂഡിന്റെ കേസിൽ ഒരു വലിയൊരു മുന്നേറ്റത്തിന് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇസ്രായേലിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് നോക്കുകയാണെങ്കിലും ഗോൾഡും ഇന്നിപ്പോൾ ഒരു നേരിയ സമ്മർദ്ദത്തിൽ തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വളരെ ഒരു നേരിയൊരു ഇടിവ് 2025 ട്രൈ ഓൺസ് $2025 എന്നൊരു നിലവാരത്തിലാണ് ഗോൾഡിനും ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നലത്തെ നമ്മുടെ ഇതേ ഫോറത്തിൽ നിന്ന് സാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു 2040 ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കണമെന്ന്. നിലവിൽ സാറിൻ്റെ ഒരു വ്യൂ പോയിന്റ് എന്താണ് ഗോൾഡിനെ സംബന്ധിച്ച്? ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത നിക്ഷേപകർ ഇനി പ്രധാനമായിട്ടും സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്താണ്? വളരെ ശരിയാ. സ്വർണത്തിന്റെ കേസിൽ $2040 വളരെ നിർണായകമായ ഒരു പോയിന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ആൻഡ് കഴിഞ്ഞ 4 സെഷൻസിൽ ഈ $2040 അടുത്ത ട്രേഡിംഗ് നടത്തി വരുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ $2040 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടിരുന്നു. ബട്ട് ഗുഡ് തിങ് ഫോർ ഗോൾഡ് ഇൻവെസ്റ്റേഴ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്തിട്ട് അതിൽ കാര്യമായിട്ട് നമുക്കൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചിട്ടില്ല.
സോ സ്വർണത്തിന്റെ കേസിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെവൽ $2045 റെസിസ്റ്റൻസ് ആയിരിക്കണം. $2045 റെസിസ്റ്റൻസിന്റെ മുകളിൽ നിന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്വർണത്തിന്റെ കേസിൽ ആ ലെവലിൽ നിന്നും നമുക്കൊരു $15 മുതൽ $25 നേട്ടം എക്സ്പെക്ട് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നമ്മൾ സപ്പോർട്ടായിട്ട് ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല് $2010 ആയിരിക്കണം. $2010 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ എഗെയിൻ ഒരു $20 to $30 ഫോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആഭ്യന്തര വിപണിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇന്നലെ വലിയൊരു കറക്ഷൻ ആയിരുന്നു ആഭ്യന്തര വിപണിയിൽ കണ്ടത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏകദേശം 1.54% ഇടിവ് രേഖപ്പെടുത്തി 333 പോയിന്റ്സിന്റെ ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. 21,238.8 എന്നൊരു റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിരുന്നത്. വ്യാപാരം ആരംഭിച്ചിരുന്നത് നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകി 21,716.7 എന്ന റേഞ്ചിലും വ്യാപാരം തുടങ്ങി ആദ്യ ഒരു മണിക്കൂറുകൾ തന്നെ 21,750.25 എന്നൊരു ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം വളരെ ശക്തമായിട്ട്, അതായത് വിപണിയുടെ നേട്ടം മുഴുവൻ കൈവിട്ട് പോകുന്ന ഒരു സ്ഥിതി തന്നെയായിരുന്നു കാണുന്നത്. പ്രത്യേകിച്ചും ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലുകളെല്ലാം തന്നെ കൈവിട്ട് 21,192.6 എന്നൊരു റേഞ്ച് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു നേരിയൊരു മുന്നേറ്റത്തോടു കൂടിയാണ്. എന്നിരുന്നാൽ പോലും പല സപ്പോർട്ട് ലെവലുകളും കൈവിടുന്നുണ്ട്. ഇപ്പോഴും വിപണിയെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു അണ്ടർടോൺ ബുള്ളിഷ് തന്നെയാണോ? അതിനോടൊപ്പം തന്നെ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, സാർ ഈ ഫോറത്തിൽ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാനുവരി 22 ആയിരിക്കും നിഫ്റ്റിയുടെ പീക്ക് ലെവൽ എന്ന് പറയുന്നത്. അന്നൊരു ഹോളിഡേ ആയിരുന്നു. ഒരു പക്ഷേ അന്ന് വിപണി നടന്നിരുന്നതെങ്കിൽ ഒരു വലിയൊരു മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയും തൊട്ടടുത്ത ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് സാറിൻ്റെ വാക്കുകൾ തന്നെയായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ അനല, നമ്മൾ നിഫ്റ്റി 50 സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി ഒരു 3 മാസം പിന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഒക്ടോബർ 26 ആയിരുന്നു നിഫ്റ്റി 50യുടെ ഏറ്റവും മേജർ ബോട്ടം കഴിഞ്ഞ ഒത്തിരി മാസങ്ങൾക്കിടെ. ഒക്ടോബർ 26 ശേഷം നമ്മൾ മാർക്കറ്റിൽ കാര്യമായിട്ട് ഒരു സെല്ലിങ്ങും കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ആൻഡ് നാച്ചുറലി മാർക്കറ്റ് ഒരു അല്പം ഓവർ ഹീറ്റഡ് തന്നെയായിരുന്നു കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട്. അതുകൊണ്ട് തന്നെയായിരുന്നു നമ്മൾ ഇതേ ഫോറത്തിൽ പ്രേക്ഷകരുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവന്നത് ദാറ്റ് ലോ റിസ്ക് ബൈയിങ് അവസരങ്ങൾ വളരെ വളരെ കുറവായിരുന്നു. നമുക്ക് ഒത്തിരി ഏർലി വാർണിംഗ് സിഗ്നൽസ് മാർക്കറ്റിൽ നിന്നും കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് കിട്ടിക്കൊണ്ട് തന്നെയായിരുന്നു. ആൻഡ് യെസ്, അൻ്റെ പറഞ്ഞാൽ വളരെ ശരിയാണ്. നമ്മുടെ കാൽക്കുലേഷൻസ് പ്രകാരം നമ്മൾ ശ്രദ്ധിച്ചിരുന്ന ഒരു മേജർ ഡേറ്റ് ഫോർ ദ നിഫ്റ്റി 50 ജനുവരി 22 തന്നെ ആയിരുന്നു. ആൻഡ് ജനുവരി 22 ഒരു ട്രേഡിംഗ് ഹോളിഡേ ആയതിനെ തുടർന്ന് ഇന്നലത്തെ ട്രേഡിംഗിലായിരുന്നു നമ്മൾ ഈ കനത്ത സെല്ലിംഗ് നിഫ്റ്റി 50 കാണാൻ സാധിച്ചത്. നിഫ്റ്റി 50യുടെ കേസിൽ ഇന്ന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ 21,100 പോയിന്റ് ആയിരിക്കണം. ടുഡേ ഈഫ് നിഫ്റ്റി 50 21,100 സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് അതിൻ്റെ താഴെ ക്ലോസ് ചെയ്താൽ നിഫ്റ്റി 50യുടെ കേസിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 500 പോയിന്റ്സിന്റെ കറക്ഷന് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇതിൽ എടുത്തു പറയാൻ എനിക്കുള്ളത് ഡിഫൻസ് സ്റ്റോക്സ്, അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ സ്റ്റോക്സ്, PSU ബാങ്കിങ് സ്റ്റോക്സ്, റെയിൽവേ സ്റ്റോക്സ്. ഈ 4 സെക്ടേഴ്സിൽ ദി എൻറ്റയർ സെക്ടർ ഇസ് വെരി ബെയറിഷ്. വളരെ ശക്തമായിട്ട് പ്രോഫിറ്റ് ബുക്കിങ്ങിന് ഒരു സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. സോ ഇത്തരം സ്റ്റോക്സിൽ തൽക്കാലം പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണ്. ഒരുപക്ഷെ നിഫ്റ്റി ഏറ്റവും അധികം ഈ ഒരു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഏറ്റവും അധികം ഡ്രാഗ് ചെയ്യുന്നൊരു സൂചിക നിഫ്റ്റി ബാങ്ക് തന്നെയാണ്. നിഫ്റ്റി ബാങ്കിലേക്ക് വരുമ്പോൾ ഇന്നലെ 2.26% ഇടിവിൽ 1043.15 പോയിന്റ്സിന്റെ ഒരു ഇടിവായിരുന്നു ഇന്നലത്തെ ഒരു സെഷനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 45,015.05 എന്നൊരു റേഞ്ചിലാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് ഇനി മുന്നോട്ടേക്ക് സർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ നിഫ്റ്റി 50യേക്കാൾ വളരെ വീക്ക് ആയിട്ടായിരുന്നു നിഫ്റ്റി ബാങ്ക് ക്ലോസ് ചെയ്തത്. ആൻഡ് ഇന്നലത്തെ ട്രേഡിംഗിൽ നമുക്ക് കാണാൻ സാധിച്ചത് വീണ്ടും HDFC ബാങ്കിൽ കനത്ത സെല്ലിംഗ് ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കനത്ത സെല്ലിംഗ് ഉണ്ടായിരുന്നു. ആൻഡ് അറ്റ് ദ മൊമെന്റ് ബാങ്കിങ് മേഖലയിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാനും എനിക്കൊരു ചാൻസ് കാണുന്നില്ല. നമ്മൾ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ ഫോർ ദ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് 44,800 പോയിന്റ് ആയിരിക്കണം. 44,800 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി മാറും.
അങ്ങനെ ആ ഒരു ബെയറിഷ് ട്രെൻഡിലോട്ട് വഴിമാറിയാൽ അടുത്ത മേജർ സപ്പോർട്ട് നമുക്ക് നിഫ്റ്റി ബാങ്കിൽ കാണാൻ സാധിക്കുന്നത് 43,200 പോയിന്റിലാണ്. ഇസ്രായേലിനൊപ്പം നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ നല്ല ഏറ്റവും അധികം ഡ്രാഗ് ചെയ്തിട്ടുണ്ടായിരുന്ന HDFC ബാങ്ക് തന്നെയായിരുന്നു. HDFC ബാങ്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു 52 വീക്ക് ലോയിലേക്ക് വരെ എത്തുന്ന സ്ഥിതിവിശേഷമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. 52 ലോ റേഞ്ച് ആയിട്ടുള്ള 1425 എന്നൊരു റേഞ്ച് വ്യാപാരം തുടങ്ങി ആദ്യ മണിക്കൂറിൽ തന്നെ HDFC ബാങ്ക് റെക്കോർഡ് ചെയ്യുകയും വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നതും ഏകദേശം ആ ഒരു റേഞ്ചിന് വളരെ അടുത്ത് 1430.95 എന്നൊരു റേഞ്ചിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു ലോസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 3.24% ഇടിവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. HDFC ബാങ്കിൽ ഒരു ലോങ് പൊസിഷൻ ഒരു സാധ്യത സർ കാണുന്നുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ബാങ്കിങ് മേഖല, ഡിഫൻസ് മേഖല, പബ്ലിക് സെക്ടർ കമ്പനീസ് ആൻഡ് ഓൾസോ PSU ബാങ്കിങ് സ്റ്റോക്സിൽ ഈ 4-5 സെക്ടേഴ്സിൽ പൂർണ്ണമായിട്ട് ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ഇൻഫാക്ട് എൻറ്റയർ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരവും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. സോ ഇന്നത്തെ നമ്മുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ ലോങ് പൊസിഷൻസ് മാനേജ് ചെയ്യാൻ സ്ട്രാറ്റജീസ് ഫോം ചെയ്യുക. സിറ്റ് ഓൺ ക്യാഷ്. മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ അവസാനിക്കട്ടെ. മാർക്കറ്റ് സെറ്റിൽ ഡൗൺ ചെയ്തതിന് ശേഷം മാത്രം പുതിയ ലോങ് പൊസിഷൻസ് നമുക്ക് കൺസിഡർ ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഇന്നലെ ഒരു പക്ഷെ ഒരു അധികം വ്യാപാരത്തിൽ നോക്കുകയാണെങ്കിൽ മികച്ചൊരു നേട്ടം ഇൻട്രാഡേയിൽ നൽകിയതിന് ശേഷം ആ ഒരു നേട്ടമെല്ലാം കൈവിട്ടൊരു സൂചികയായിരുന്നു ഈ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിക. പ്രത്യേകിച്ച് നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയിലേക്ക് നോക്കുമ്പോൾ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ ഇന്നലെ ഒരു പുതിയൊരു 52 വീക്ക് ഹൈ റേഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു വ്യാപാരം. എന്നാൽ അതിനുശേഷം അവസാനിപ്പിച്ചിരിക്കുന്നത് 5.69% ഇടിവിൽ 442 എന്നൊരു റേഞ്ചിലാണ്. HPCL-മായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ളൊരു വിലയിരുത്തൽ എന്താണ്? ഏതൊക്കെ ലെവലുകളാണ് ഈ ഒരു ഓഹരിയിൽ സാർ പ്രധാനമായിട്ട് വാച്ച് ചെയ്യുന്നത്? അങ്ങനല്ല, നമ്മൾ HPCL തനിയായിട്ട് നമ്മൾ അനലൈസ് ചെയ്യരുത്. HPCL-ന്റെ കൂടെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഓൾസോ ഭാരത് പെട്രോളിയം ആൻഡ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 3 സ്റ്റോക്സ് മാത്രമല്ല, ഈ 3 സ്റ്റോക്സിന് കോമൺ ഫാക്ടർ, ഈ 3 സ്റ്റോക്സും ദേ ആർ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ്. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിന്റെ കൂടെ തന്നെ ഇന്നലെ ഒത്തിരി പബ്ലിക് സെക്ടർ ബാങ്ക്സിലും നമുക്ക് ഹയർ ലെവൽസിൽ കനത്ത സെല്ലിംഗ് കാണാൻ സാധിച്ചിരുന്നു. നമ്മുടെ ഇമ്മീഡിയറ്റ് സ്ട്രാറ്റജി എല്ലാ പബ്ലിക് സെക്ടർ കമ്പനീസിലും പ്രോഫിറ്റ് എടുക്കാൻ ശ്രമിക്കുക, എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻസ് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. ഇറ്റ്സ് എ വെരി വൾണറബിൾ സിറ്റുവേഷൻ. ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സിന്റെ ഇന്നലത്തെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ അറൌണ്ട് 10,535 ലെവലിന് അടുത്തായിരുന്നു. ആ ഒരു ലെവല് വളരെ എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അടുത്തുള്ള സപ്പോർട്ട് ലെവൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈസ് അറൌണ്ട് 9,900 പോയിന്റ്സ്. 9,900 പോയിന്റ്സിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഓയിൽ ഗ്യാസ് ഇൻഡെക്സിന്റെ അടുത്ത മേജർ സപ്പോർട്ട് 9,550 ലെവലിലായിരിക്കും. സോ വി ഹാവ് ഗോട്ട് ടു ബി വെരി കെയർഫുൾ നൗ. സർ, അതിനോടൊപ്പം തന്നെ സർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ റെയിൽവേ അതുപോലെ ഡിഫൻസ് സ്റ്റോക്കുകളിലെല്ലാം തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് സമയമായി എന്ന് സർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ റെയിൽവേ സ്റ്റോക്സിലേക്ക് വരുമ്പോൾ ഇർക്കോൺ ഉൾപ്പെടെയുള്ള മിക്ക റെയിൽവേ ഓഹരികളും ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഇർക്കോണിലേക്ക് വരുമ്പോൾ 13.53% ഇടിവിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ റെയിൽ ടെല്ലിലേക്ക് വരികയാണെങ്കിലും ഏകദേശം 12.64% ഇടിവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റെയിൽവേ ഓഹരികളുമായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ളൊരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു സെഗ്മെന്റിൽ സാറിന്റെ ഫോക്കസ് ഉള്ള ഓഹരികൾ ഏതെങ്കിലും ഉണ്ടോ? അങ്ങനല്ല, റെയിൽവേ മേഖല നോക്കുമ്പോഴേക്കും RVNL ഉണ്ട്, അതുപോലെ തന്നെ ഇർക്കോൺ ഉണ്ട്, IRFC ഉണ്ട്, റെയിൽ ടെൽ ഉണ്ട്, IRCTC ഉണ്ട്. ഈ സ്റ്റോക്സിന്റെ ഒക്കെ കോമൺ ഫാക്ടർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 1.5-2 മാസത്തിനിടെ നമുക്ക് ഒത്തിരി നേട്ടം നൽകിയ സ്റ്റോക്സ് ആയത്. നമ്മൾ സ്റ്റോക്സ് വാങ്ങിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, സ്റ്റോക്സ് വിൽക്കാനും ശ്രദ്ധിക്കണം. ആൻഡ് ഏതെങ്കിലും ഒരു സമയം സ്റ്റോക്സ് വിൽക്കാനുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദിസ് ടൈം. ബിക്കോസ് എല്ലാ റെയിൽവേ സ്റ്റോക്സിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദർ ഇസ് എ ലോട്ട് ഓഫ് വീക്ക്നെസ്. സെല്ലിംഗ് പ്രഷറിന് വളരെ വൾണറബിൾ ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത്. എൻ്റെ കൈവശം തന്നെ റെയിൽവേ സ്റ്റോക്സ് ഉണ്ടെങ്കിൽ ഞാൻ അതിൽ പ്രോഫിറ്റ് ടേക്കിങ്ങിന് തന്നെ ഒരുങ്ങുന്നതായിരിക്കും.
യെസ് സർ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ പ്രേക്ഷകരുടെ ക്വയറീസ് അഡ്രസ്സ് ചെയ്യാനുള്ളൊരു സമയമായിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് സംഗീത് സന്തോഷ് എന്നൊരു പ്രേക്ഷകൻ മഹാനഗർ ഗ്യാസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓഹരി ഇന്നലെ ഒരു പുതിയ 50 വീക്ക് ഹൈ റേഞ്ച് ആയിട്ടുള്ള 1354.45 എന്നൊരു റേഞ്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് വളരെ ഫ്ലാറ്റായിട്ട് 0.07% മാത്രം ഇടിവ് രേഖപ്പെടുത്തി 1314 എന്നൊരു റേഞ്ചാണ്. ഈ ഒരു ഓഹരിയിൽ ഇനി ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട ഒരു നിലപാട് എന്താണ്? ഒരു പ്രോഫിറ്റ് ബുക്കിന് ഈ ഒരു ഓഹരിയിൽ സമയമായിട്ടുണ്ടോ? സോ നമുക്ക് മഹാനഗർ ഗ്യാസിന്റെ കേസിൽ ലാസ്റ്റ് മേജർ ബോട്ടം നമുക്ക് കാണാൻ സാധിക്കുന്ന അറൌണ്ട് 1160 രൂപയ്ക്ക് അടുത്ത, ആൻഡ് അതിനുശേഷം കഴിഞ്ഞ 10 ദിവസത്തിനിടെ അത് 1355 രൂപ വരെ നമുക്ക് നേട്ടം നൽകിയിട്ടുണ്ട്. നാച്ചുറലി ഐ തിങ്ക് ഇറ്റ് ഇസ് ടൈം ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. സ്റ്റോക്കിന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ട് എനിക്ക് കാണാവുന്ന 2 മേജർ സപ്പോർട്ട്, ആദ്യത്തെ 1255, അതിനെ തുടർന്ന് 1235. യെസ് സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് REC ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. REC ലിമിറ്റഡ് ഇന്നലെ ആ ഒരു ട്രേഡിംഗ് സെഷനിടയിൽ തന്നെ ഇവിടെ ഒരു Q3 പാദഫലങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. നോക്കുകയാണെങ്കിൽ അവരുടെ അറ്റ പലിശ വരുമാനത്തിൽ 18% വർധനവ് രേഖപ്പെടുത്തി 4159 കോടി രൂപയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ലാഭത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അറ്റ ലാഭത്തിലേക്ക് നോക്കുകയാണെങ്കിലും 14% വാർഷിക വളർച്ച കൈവരിച്ചുകൊണ്ട് 3269.3 എന്നൊരു റേഞ്ചുമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അസറ്റ് ക്വാളിറ്റിയിലും ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടായതായിട്ട് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. REC ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? RECL also is a public sector company, and ഇന്നലെ അതും ഒരു റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തിരുന്നു. ആ തുടക്കത്തിൽ തന്നെ അത് അറൌണ്ട് 480 രൂപയ്ക്ക് അടുത്തായിരുന്നു. അതിനെ തുടർന്ന് ആ ഒരു ഹൈ ലെവൽസ് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല. സോ RECLന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ 390 രൂപ, ആൻഡ് ഇന്നലത്തെ ക്ലോസിങ്ങിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നത് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് 2 സ്ട്രാറ്റജീസ് RECL നമുക്ക് എടുക്കാൻ സാധിക്കും. 1 സ്ട്രാറ്റജി എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, ബട്ട് 390 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. രണ്ടാമത്തെ സ്ട്രാറ്റജി ഈ ലെവൽസിൽ തന്നെ ലോങ് പൊസിഷൻസ് ക്ലോസ് ചെയ്യുക. കറക്ഷൻ അവസാനിക്കുമ്പോൾ നമുക്ക് തിരിച്ച് എൻട്രി കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. യെസ് സർ, മറ്റൊരു പ്രശ്നം ജിജിൽ തോമസ് ചോദിച്ചിരിക്കുന്ന IRCTCയുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. IRCTCയെ സംബന്ധിച്ച് പറയുക ഇന്നലെ ഏകദേശം 8.33% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നേരത്തെ സാർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റെയിൽവേ സ്റ്റോക്കുകളൊക്കെ വിറ്റഴിക്കാനുള്ള അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് എടുക്കാനുള്ള ഒരു സമയമായി എന്ന്. IRCTയിൽ സാർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ IRCTCയുടെ കേസിൽ യെസ്, ലൈക്ക് ഓൾ റെയിൽവേ സ്റ്റോക്സ് വളരെ വളരെ വൾനറബിൾ ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് IRCTCയുടെ കേസിൽ 2 മേജർ സപ്പോർട്ട്സ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ 840 രൂപ, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 790 രൂപ. സോ വി ഹാവ് ടു വെയിറ്റ് ഫോർ ദിസ് കറക്ഷൻ ടു ഹാപ്പൻ. അതിനുശേഷം നമുക്ക് ലോ റിസ്ക് ആയിട്ട് ബൈങ് അവസരം കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. യെസ് സർ, അതിനോടൊപ്പം തന്നെ സംഗീത് സന്തോഷത്തിൻ്റെ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് NICAലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. ന്യൂ ഇന്ത്യ അഷുറൻസിനെ സംബന്ധിച്ച് പറയുകയിൽ ഇന്നലെ 6.35% ഇടിവ് രേഖപ്പെടുത്തി 224.8 എന്നൊരു റേഞ്ചായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ 50 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഡിസംബർ 1 രേഖപ്പെടുത്തിയ 261.9 എന്നൊരു റേഞ്ചാണ്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു ലോങ് ടേം വിലയിരുത്തൽ എന്താണ്? ലോങ് ടേം ട്രെൻഡ് ഇപ്പോഴും നിലവിൽ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് NICLന്റെ കേസിൽ 260 രൂപ ഇസ് എ മേജർ റെസിസ്റ്റൻസ് ഏരിയ. ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ മിനിഞ്ഞാത്തത്തെ സെഷനിൽ അത് ടെസ്റ്റ് ചെയ്തിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല. നമ്മളിപ്പോൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 207 രൂപയായിരിക്കണം. 207ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്.
സർ, മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. ഇന്നലെ ഓഹരി 3.3% ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ 52 ഹൈ നോക്കുകയാണെങ്കിൽ ജനുവരി 1 രേഖപ്പെടുത്തിയ 177.35 എന്നൊരു റേഞ്ചാണ്. അതിനുശേഷം ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുമുണ്ടായിരുന്നത്. IEXുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു ലോങ് ടേം വിലയിരുത്തൽ എന്താണ്? സോ അൺഫോർച്ചുനേറ്റ്ലി IEXന്റെ ഫൈനാൻഷ്യൽസിൽ എനിക്കൊരു വിശ്വാസമില്ല. അതിൻ്റെ ചാർട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ അതിലൊരു ട്രേഡിംഗ് അവസരവും എനിക്ക് ലോ റിസ്ക് ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് കഴിഞ്ഞ 4 സെഷൻസിലുള്ള ഒരു പാറ്റേൺ ശ്രദ്ധിക്കുമ്പോഴേക്കും നമുക്ക് ലോങ് ടേം ട്രെൻഡും ഷോർട്ട് ടേം ട്രെൻഡും ഒക്കെ തന്നെ ബെയറിഷായി മാറുന്നതാണ് കാണുന്നത്. അതിനെ തുടർന്ന് നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പ്ലീസ് ക്ലോസ് ദാറ്റ് പൊസിഷൻ. സർ, മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് നെറ്റ്വർക്ക് ഇന്ത്യ ലിമിറ്റഡുമായി ബിജി തമ്പി എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് 18 ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 9.99% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 114.9 എന്നൊരു റേഞ്ച് ആയിരുന്നു ക്ലോസിംഗ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓഹരിയുടെ 52 ഹൈ നോക്കുകയാണെങ്കിൽ ജനുവരി 19 രേഖപ്പെടുത്തിയ 135.7 എന്നൊരു റേഞ്ചാണ്. നെറ്റ്വർക്ക് 18 സർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? സോ നെറ്റ്വർക്ക് 18 വരുമ്പോഴേക്കും എൻ്റെ ഒരു പേഴ്സണൽ ടേസ്റ്റ് പ്രകാരം ഞാൻ മീഡിയ സ്റ്റോക്സ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ഐ ഡോണ്ട് സബ്സ്ക്രൈബ് ടു ഇറ്റ്. എനിക്ക് മനസ്സിലാകാത്തൊരു ഇൻഡസ്ട്രിയാണ് മീഡിയ. ബട്ട് എങ്കിൽ പോലും നെറ്റ്വർക്ക് 18 ട്രെൻഡ് നോക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് ഇപ്പോഴും ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ വളരെ വൾനറബിൾ ആയിട്ടാണ് കാണുന്നത്. ആൻഡ് 110 രൂപയായിരിക്കണം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിക്കേണ്ടത്. 110ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ആ ലെവലിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 15 മുതൽ 25 രൂപയുടെ നഷ്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സർ, മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ട്രിഡന്റ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. ഓഹരി ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 3.89% ഇടിവിൽ 43.2 എന്നൊരു റേഞ്ചിലാണ്. 52 ഹൈ നോക്കുകയാണെങ്കിൽ ജനുവരി 9 രേഖപ്പെടുത്തിയ 52.9 എന്നൊരു റേഞ്ചുമായിരുന്നു. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ബട്ട് ട്രിഡന്റിന്റെ കേസിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലത് ഇറ്റ്സ് എ പ്യുവർ സ്പെക്കുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ്. ഇതൊരു സ്മോൾ ക്യാപ്പ് ആണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. നമ്മൾ കഴിഞ്ഞ ഒത്തിരി ആഴ്ചകൾക്ക് മാസങ്ങൾക്ക് ഇടയിൽ നമ്മൾ ഇന്ത്യൻ ഹോട്ടൽ, ലെമൺ ട്രീ, ബനാറസ് ഹോട്ടൽ, അദ്വാനി ഹോട്ടൽ മുതലായ സ്റ്റോക്സിലൊക്കെ നമ്മൾ ഒത്തിരി നേട്ടം കണ്ടതിനെ തുടർന്ന് ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈങ് കാണാൻ ഇടയായിട്ടുണ്ട്. അറ്റ് ദ മൊമെന്റ് ഷോർട്ട് ടേം ട്രെൻഡ് ഒരു അല്പം വൾനറബിൾ ആയിട്ടാണ് കാണുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 42 രൂപ. 42 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ സ്റ്റോക്കിൽ നമുക്ക് ഒരു 3 മുതൽ 4 രൂപയുടെ ലോസ് എക്സ്പെക്ട് ചെയ്യാം. സർ, അതിനോടൊപ്പം തന്നെ സുമേഷ് KS എന്നൊരു പ്രേക്ഷകൻ കല്യാൺ ജ്വല്ലേഴ്സുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 2.88% ഇടിവിൽ 351 എന്നൊരു റേഞ്ചിലായിരുന്നു. ഓഹരിയുടെ 52 ഹൈ നോക്കുകയാണെങ്കിൽ ജനുവരി 12 രേഖപ്പെടുത്തിയ 395 എന്ന നിലവാരമാണ്. കല്യാൺ ജ്വല്ലേഴ്സുമായി ബന്ധപ്പെട്ട് ഇനി ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻസ് എന്താണ്? ഇമ്മീഡിയറ്റ്ലി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് ഒത്തിരി നേട്ടം നൽകിയൊരു സ്റ്റോക്ക് കല്യാൺ ജ്വല്ലേഴ്സ്. കാര്യമായിട്ട് ഈ സ്റ്റോക്കിൽ നമ്മൾ അടുത്ത കാലത്തൊന്നും ഒരു നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ ഇടയായിട്ടില്ല. സോ വി ഹാവ് ഗോട്ട് ടു ബി വെരി വെരി കെയർഫുൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 338 രൂപ. 338 രൂപയുടെ താഴെ ഇന്ന് ക്ലോസ് നടന്നു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. 338 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ അടുത്ത മേജർ സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 300 രൂപ. 300ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 260 രൂപയിലാണ്. സർ, ആരാധ്യ എന്നൊരു പ്രേക്ഷക VS ടില്ലേഴ്സ് ട്രാക്ടേഴ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 2.73% ഇടിവിൽ 3315 എന്നൊരു റേഞ്ചിലാണ്. ഓഹരിയുടെ 52 ഹൈ നോക്കുകയാണെങ്കിൽ നവംബർ 17 രേഖപ്പെടുത്തിയ 4196 എന്നൊരു റേഞ്ചുമാണ്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്?
അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു മിഡ് ക്യാപ്പ് സ്റ്റോക്കായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. ആൻഡ് കാര്യമായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ലിക്വിഡിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. നവംബർ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ കനത്ത സെല്ലിംഗ് ഗ്രാജുവലായിട്ട് ഫോം ചെയ്യുന്നത് നമുക്ക് കാണാം. ആൻഡ് ഇന്നലത്തെ വീക്ക് ക്ലോസിങ്ങിനെ തുടർന്ന് ലോങ് ടേം മാത്രമല്ല ഷോർട്ട് ടേം മാത്രമല്ല ലോങ് ടേം ട്രെൻഡ് കൂടെ ബെയറിഷായി മാറിയിട്ടുണ്ട്. സോ നമ്മുടെ ഏറ്റവും നല്ല സ്ട്രാറ്റജി ഇമ്മീഡിയറ്റ്ലി ക്ലോസ് ഓൾ ദ ലോങ് പൊസിഷൻസ്. മറ്റൊരു പ്രേക്ഷകൻ റെയിൽവേയിൽ നിന്നുള്ള IRFCയുമായി ബന്ധപ്പെട്ടിട്ടാണ് സാറിൻ്റെ ഒരു വ്യൂ അറിയാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ ഒരു 50 ഹൈ റേഞ്ച് ആയിട്ടുള്ള 192.8 എന്നൊരു റേഞ്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 7.83% ഒരു ഇടിവിൽ 162.45 എന്നൊരു റേഞ്ചാണ്. തുടർച്ചയായിട്ട് നേട്ടം നൽകിയ IRFCയുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു ലോങ് ടേം വിലയിരുത്തൽ എന്താണ്? ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒക്ടോബർ മാസത്തിലെ നിഫ്റ്റി 50-ൽ നമ്മൾ ആ ബോട്ടം കണ്ട അതേ ദിവസമായിരുന്നു IRFCയിലും നമുക്ക് ബോട്ടം കാണാൻ സാധിച്ചത്. ആ ദിവസം IRFCയുടെ ലോവസ്റ്റ് ലെവൽ 65.75 ആയിരുന്നു. ആൻഡ് ഇന്നലത്തെ ട്രേഡിങ്ങിൽ അതൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ 192.80 വരെ എത്തിയിരുന്നു. ദിസ് സ്റ്റോക്ക് ഇസ് ഓൾസോ ഡ്യൂ ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. സ്റ്റോക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 138. 138ൻ്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ സപ്പോർട്ട് 105. 105ൻ്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ സപ്പോർട്ട് 80 രൂപയിലായിരിക്കും. നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനൊരു സമയമായിട്ടുണ്ട്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തുന്നുണ്ട്. അതെല്ലാം തന്നെ 9:15 ആരംഭിക്കുന്ന മോർണിംഗ് സ്ക്രീനിൽ പ്രദീപ് സാർ വീണ്ടും നമ്മളോടൊപ്പം റീജോയിൻ ചെയ്യുന്നതാണ്. ആ സമയം കഴിവതും ക്വയറീസ് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഏതായാലും സ്റ്റോക്ക് ഇൻ ന്യൂസും അതുപോലെ തന്നെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ട്രെൻഡ് സെറ്റേഴ്സ് ഇവിടെ ആരംഭിക്കുകയാണ്. പ്രോഗ്രാം നിങ്ങൾക്ക് ലൈവായി കാണാൻ www.myfinpoint.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഏതായാലും പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പ് ചെറിയൊരു ഇടവേള.